ഈശോയിൽ പ്രിയ സ്നേഹമുള്ളവരെ, ലൗകിക സുഖങ്ങളിൽ നിന്നും മാറി ദൈവസ്നേഹത്താൽ നിറയാനും മനസ്സിനെയും ശരീരത്തെയും വിശദീകരിക്കാനുമുള്ള സമയമാണ് നോമ്പുകാലം. ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഹൃദയ നവീകരണം നടത്താനും സഹജീവികളോട് കരുണ കാണിക്കാനും ആത്മസമർപ്പണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കാനുമുള്ള പുണ്യദിനങ്ങളാണിത്. ലൗകിക ചിന്തകളിൽ നിന്നും ശ്രദ്ധകളിൽ നിന്നും നമ്മെ തന്നെ ശൂന്യമാക്കി ദൈവത്തിന്റെ കൃപയ്ക്കും സമാധാനത്തിനും സ്ഥലം നൽകാൻ ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. കേവലം ഭക്ഷണവർജനം മാത്രമല്ല, വസ്ത്രവുമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് കീറി അനുദപിക്കേണ്ടത്. തിന്മകളെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് തിരിഞ്ഞ് ഈശോയുടെ സഹനങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ സ്നേഹവും ത്യാഗവും ജീവിതത്തിൽ അനുഭവിച്ചറിയാം. ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി അപരന് ധൈര്യവും പ്രതീക്ഷയും പകരുന്നവരായി നാം മാറണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ നമുക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാകും? നല്ല സമരിയാക്കാരനെ പോലെ മറ്റുള്ളവർക്ക് കരുണയുടെ സ്പർശം നമുക്ക് നൽകാം. ത്യാഗവും സഹനങ്ങളും ഏറ്റെടുത്ത് ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാം. 25 ദിവസം പിന്നിട്ട ഈ നോമ്പുകാലത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെയും ആത്മീയ വളർച്ചയുടെയും കാലമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.